സംസാരത്തിൽ ശരിക്ക് സുന്നത്തിനെ പിന്തുടരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്ത് പറയാറില്ല. ഗീബത്ത് പറയുന്നതിനെ കണിശമായി വിരോധിച്ച മതമാണ് ഇസ്ലാം. പോരാ, ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല, ആരെയും തെറ്റിദ്ധരിക്കാൻ തന്നെ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഈസുൽ ഉലമ കയറി വന്നു. റഈസുൽ ഉലമ കയറി വന്നപ്പോ ഞാൻ റഈസുൽ ഉലമ വരുന്നുണ്ട് എന്ന് തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്നു. നേരെ വീണ്ടും ഞാൻ തക്ബീർ ചൊല്ലാലോ, നിങ്ങൾ തക്ബീർ കേൾക്കാനാണോ വന്നത്? നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള്, അയാള് സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിന്റെ വേണ്ടത് അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല കൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ നിന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ. തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ. മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കൂ. നിങ്ങൾക്കറിയില്ലേ ഫത്ഹുൽ മുഈൻ ഫിഖ്ഹ് എങ്ങനെയാണ് നല്ലതേ വിചാരിക്കണമെന്നല്ലേ? ഒരു പൂച്ച അത് എലിയിൽ പിടിക്കുന്നത് കണ്ട് അതേ അതിൻ്റെ മീശയുമേലും താടിയുമേലും ഒക്കെ എന്തായി, സുബ്ഹാനല്ലാഹ്, നജസായി. അത് നമ്മളെന്ന് വിട്ട് പുറത്തു പോയിട്ട് കുറെ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു. പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇനി ആ പൂച്ച വന്നാൽ ഫിഖ് അനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിന് മുഖം കുത്തിയാൽ ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുവെല്ലാം എടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പൂച്ചനെ പറ്റും നല്ല വിചാരിക്കുക. നായനെ പറ്റി വരെ നല്ല വിചാരിക്കണമെന്നല്ലേ ഫത്ഹുൽ മുഈനില്ലേ? നമ്മളൊക്കെ എന്താണ് നായനെ പറ്റി നല്ല വിചാരിക്കല്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് നായ എങ്ങനെ തലപൊക്കുന്നു. ആ നായ എങ്ങനെ തലപൊക്കുന്നുണ്ട്, പക്ഷെ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഫത്ഹുൽ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നായനെ പറ്റി നല്ല വിചാരിച്ചൂടെ? അപ്പൊ ചിലർക്ക് ചിന്തയാണ്, പിന്നെ എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന്. നിങ്ങളിൽ എത്ര കിണറ്റിൽ ഇങ്ങനെ നോക്കലുണ്ട്, എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയതായിരിക്കും നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ? അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൂഫിയായാലും, എങ്ങനെ തസവ്വുഫായാലും, എങ്ങനെ ഫിഖ്ഹായാലും ഒന്നും ഉണ്ടാവില്ല, ദീനന്നെ ഉണ്ടാവില്ല. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ചുഴന്ന് അന്വേഷിക്കാനും പാടില്ല. എവിടെയാ അയാൾ പോയത്? പൊരുത്തരിങ്ങനെ പോകുമ്പോ അവനെ പറ്റി ഇങ്ങനെ വിചാരിക്കുക. 2 കുപ്പിയുണ്ട് അയാളുടെ അടുത്ത്. ദശമൂലാരിഷ്ടാണെന്ന് വിചാരിക്കണോ? പിന്നെ കള്ളു കുപ്പിയാന്ന് വിചാരിച്ചിട്ട് പരിശോധിക്കാൻ പോണോ? അങ്ങനെ പരിശോധിക്കാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ പരിശോധിക്കൽ ഹറാമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെ വലാ തജസ്സസൂ. അങ്ങനെയുള്ള ചിലര് സുബ്ഹാനല്ലാഹ് എവിടെ ഉണ്ട് ഒരു അക്ഷരം തെറ്റിപ്പോന്ന്, എവിടെ ഉണ്ട് ഒരു ഹർക്കത്ത് മാറിപ്പോന്ന് എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന എന്തു സൂഫി കടുത്ത തൂപ്പിയായി പോവും. അങ്ങനെയായി പോകാൻ പാടില്ല. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ തെളിഞ്ഞ മനസ്സുള്ളവരാണ്. സൂഫിയാക്കൾ ശരിക്ക് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ജീവിതം.